നമുക്ക് ഒരു നത്തോലി മോരുകറി വെക്കാം. അതിനായി നത്തോലി ഉപ്പിട്ട് വെച്ചത്, പിന്നീട് സവാള, പച്ചമുളക്, തക്കാളി, ഇത് വറുത്തിടാൻ സവാള, പിന്നീട് തേങ്ങ, ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മോര്. ഇത്രയും സാധനം നമുക്കിതിനായിട്ട് ആവശ്യമുണ്ട്. നത്തോലി മോരുകറിക്കായി ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനായി ഒരു മൺചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും പച്ചമുളകും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. സവാളയും ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ടിട്ട് നന്നായി വഴറ്റാം. സവാള സിമ്മിൽ വെച്ച് ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പിന്നെ അരച്ചിട്ട് കൊണ്ടുവരാൻ കുറച്ച് ജീരകവും തേങ്ങ, അരമുറി തേങ്ങയും ചിരകിയതും അല്പം മോരും ഒഴിച്ച് നമുക്ക് നന്നായി അരച്ചിട്ട് വരാം. തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ സിമ്മിലാക്കിയിട്ട് പൊടികളിടാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂണ് മുളക് പൊടി. കുറച്ച് ജാസ്തിയായാലും പ്രശ്നമില്ല. ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം. ഞാൻ നത്തോലി പെരക്കി വെക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാം. എല്ലാം ഇട്ട് പൊടിയുടെ ഒരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം. അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി അതിലേക്ക് അരക്കാം. ആവശ്യത്തിന് മോരോ വെള്ളം ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം, കുറച്ച് വെള്ളം ഒഴിക്കാം. അരപ്പ് ഒന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരപ്പ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് വെച്ച നത്തോലി ഇതിലേക്കിട്ട് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നത്തോലി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നത്തോലിക്ക് വേവ് കുറവാണ്, അതുകൊണ്ടൊന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നത്തോലി വെന്തിട്ടുണ്ട്. അല്പം കരിവേപ്പില ഇട്ട് നമുക്ക് ഇത് മാറ്റി വെച്ച് ഉള്ളി കാച്ചിപ്പോരാം. നത്തോലിക്ക് വറുത്തിടാനായി ഞാൻ സവാള എണ്ണയിൽ മൂപ്പിച്ചിട്ടുണ്ട്. ഇത് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. നത്തോലി കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റണേ. എൻ്റെ ഷീജ പ്രദീപ് എന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ.